എന്ത് കഷ്ടമാണ് സാർ. SFIക്കാരുടെ ഭീകര റാഗിങ്ങിനും മർദ്ദനത്തിനും ഇരയായി ഒരു ചെറുപ്പക്കാരൻ കൂടി മരണത്തിന് കീഴടങ്ങി. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇപ്പോൾ 16 പേരെ പോലീസ് പ്രതിയെടുത്തിട്ടുണ്ട്. പക്ഷേ SFIയുടെ കോളേജ് യൂണിയൻ സെക്രട്ടറി, യൂണിയൻ്റെ ഭാരവാഹികളെല്ലാം ഉൾപ്പെടെ ഒളിവിലാണ്. ആ കുട്ടി ചെയ്ത തെറ്റെന്ന് പറയുന്നത് അദ്ദേഹം സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം കോളേജിലെ പരിപാടിക്ക് നൃത്തം ചെയ്തു. അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം വലിയ സങ്കടകരമാണ്. ദേഹം മുഴുവൻ മർദ്ദനം വെച്ചിട്ടുണ്ട്. വയറ് കാലിയായിരുന്നു. 3 ദിവസമായി ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതെ ഇവർ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. അതെ, SFI എന്നാണ് ഈ ഗുണ്ടാ സംഘത്തിൻ്റെ പേര്. ആ SFI ഒരു കാബാലിക കൂട്ടമായിട്ട് കേരളത്തിൽ വളരെ വർഷങ്ങളായി. അത് നമ്മളെന്താ പറയുന്നതെന്ന് വെച്ചാൽ 2017 ജിഷ്ണു പ്രണോയ്, അതെ, എന്നൊരു ഇവിടെ തൃശ്ശൂർ പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി, ആ കുട്ടി കൊല്ലപ്പെട്ട ശേഷം ആ കുട്ടിയുടെ അമ്മ മഹിജ വലിയ സമരമൊക്കെ നടത്തി. അതായത് തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുമ്പിലാണെന്ന് നിലത്തിട്ട് വലിച്ചിഴക്കുന്നതൊക്കെയുള്ള ചിത്രം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അത് 2017 ജനുവരി 6 2017 ഞാൻ വിചാരിച്ചത് അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ റാഗിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. SFIയോട് മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് പാർട്ടി പറയും. അന്ന് ജിഷ്ണുവിൻ്റെ കഥ ഓർക്കുമ്പോൾ സാർ, അത് അന്ന് ആ അമ്മയും സഹോദരനും കയറാത്ത വഴികളില്ല. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ കണ്ടു, പിണറായിയുടെ കാൽക്കൽ വീണു, എന്നിട്ടൊന്നും ഉണ്ടായില്ല. ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു കേട്ടത് അന്ന് CPMലെ ഒരു പ്രമുഖൻ്റെ ഭാര്യ ആ കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു പദവിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കേസ് ഒതുക്കാൻ പാർട്ടി ഇടപെട്ടു എന്നാണ് പറയുന്നത്. പാലക്കാട്ടെ പ്രമുഖനാണെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ എന്താ, സംസ്ഥാന പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടരണോ മറ്റോ അത് CBIക്ക് വിട്ടു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇത് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഒരു റാൻഡം ചെക്ക് നടത്തി. SFI ആയി ബന്ധപ്പെട്ട് റാഗിങ് എത്ര എണ്ണം നടന്നിട്ടുണ്ടാകാം ഈ മഹിജയുടെ സംഭവത്തിന് ശേഷം. അപ്പോൾ സത്യത്തിൽ നമുക്ക് പെട്ടെന്നൊരു 5 മിനിറ്റിൽ കാണാൻ കഴിയുന്നത് തന്നെ ഭീകരമാണ്. SFI വെറൊരു ഗുണ്ടാ സംഘമായിട്ട് പരിണമിച്ചിരിക്കുന്നു എന്നുള്ളത്. ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം. കണ്ണൂർ പാലയാട് ക്യാമ്പസിൽ 4ാം വർഷ LLB വിദ്യാർത്ഥിയായ അലൻ ഷുഹൈബ്, മറ്റേ കേസിലൊക്കെ അറിയപ്പെടുന്ന കഥാപാത്രമാണ് അലൻ ഷുഹൈബ്, വേട്ടയാടപ്പെട്ട ആളാണെന്ന് പറയപ്പെടുന്നത്. ഈ അലൻ ഷുഹൈബിനെ SFI കള്ളക്കേസിൽപ്പെടുത്തി റാഗിങ്ങിൽ ആണെന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ തന്നെ പിന്നീട് പോലീസ് മറ്റേ ഇയാൾ ഫസ്റ്റ് LLB ആയിരുന്നു, 4th LLBക്കാർ റാഗിങ് നടത്തി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസുണ്ടായത്. SFIക്കാരാണ് അതിൽ പ്രതികൾ. 2021 മാർച്ചിൽ പിന്നെ മഹാരാജാസിൽ, നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ, ആർഷോ ആണല്ലോ അതിൻ്റെ നേതാവ്, 1ാം വർഷ വിദ്യാർത്ഥിയെ, മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥിയെ മലപ്പുറത്ത് നിന്നുള്ള റോബിൻ, അയാളെ ഹോസ്റ്റൽ മുറിയിൽ പൂട്ടിയിട്ടിട്ട് നഗ്നനാക്കി മർദ്ദിച്ചു. ഈ നമ്മുടെ സിദ്ധാർത്ഥനെയും നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ചു എന്ന് ഞാനും വായിച്ചിരുന്നു. എന്നിട്ട് കൂട്ടുകാർ ഒക്കെ വിളിച്ച് ഈ അമ്മയോട് പറഞ്ഞു, സിദ്ധാർത്ഥൻ്റെ അമ്മയോട്, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളെ കൊന്നുകളയുമെന്നാണ് SFI പറഞ്ഞിരിക്കുന്നത്. ആ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ അമ്മയെ ഞാൻ മറ്റേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ കൊണ്ടുപോകാം. അതെ, ആ കുട്ടി മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട്, പൊങ്കാലയ്ക്ക് അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിക്കുക. എന്നിട്ട് സിദ്ധാർത്ഥ് കൊച്ചി വരെ വന്നു. കൊച്ചിയിൽ നിന്ന് തിരിച്ചു കൂട്ടുകാരനെ കൊണ്ട് അത്യാവശ്യമാണ്, നീ കോളേജിലേക്ക് പറഞ്ഞു, തിരിച്ചു വിളിപ്പിച്ചിട്ടാണ് ഇവരെ കൊന്നത്. കൊല്ലാൻ വേണ്ടി തിരിച്ചു വിളിപ്പിച്ചതാണ്, ആസൂത്രിതമാണത്. ഞാനത് നോക്കി, കഷ്ടമാണ്. അതിൻ്റെ FIRലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ വളരെ സംശയാസ്പദമാണ്. കാരണം ഇത് നാഷണൽ ആൻറ്റി റാങ്കിങ് സെല്ലിന് പരാതി പോയിട്ടുണ്ട്. ആ വിവരം SFIക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ പിന്നീട് പുലിവാല ആകരുത് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും വിളിച്ച് മർദ്ദിച്ചിട്ടുണ്ടാവുക. അതും എന്ത് ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഭക്ഷണം കൊടുക്കാതെ 2-3 ദിവസത്തേക്ക്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നസീം, ജിത്തു, സച്ചിൻ തുടങ്ങിയ SFIക്കാർ ആദർശ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു. ഞാൻ ഈ പറഞ്ഞ 3 പേര് സംസ്കൃത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് SFIക്കാർ. അവർ വന്നിട്ട് മർദ്ദിച്ചിരിക്കുന്നു ഓണാഘോഷത്തിൻ്റെ ഇടയ്ക്ക്. 2018 സെപ്റ്റംബറിൽ വണ്ടിപ്പെരിയാർ, അത് സുനിൽ ഓർക്കുന്നുണ്ടാവും, SFIയുടെ ഒരു റാഗിങ് വന്നിട്ടൊരു വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ചു. ആലപ്പുഴ പൂന്തോപ്പിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിനി. പ്രളയം കഴിഞ്ഞിട്ടാണ് അവർ അഡ്മിഷന് പോയത് 2018. ആ കുട്ടി പഠനം ഉപേക്ഷിച്ച് പോയി. കാരണം ആ കുട്ടിയുടെ മുഖത്തടിച്ചു, സ്പോട്ട് അഡ്മിഷൻ അടിച്ചു ഇതാണ് തൊഴിച്ചു. 2023 നവംബറിൽ നെയ്യാറ്റിങ്കര പോളിടെക്നിക്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അനൂപിനെ 20-ലേറെ പേര്, ഇപ്പോഴത്തേന് സമാനമാണ് ഈ സംഘത്തിൻ്റെ എണ്ണത്തിൽ, കുട്ടി മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇൻസ്ട്രുമെൻറ്റേഷൻ വിദ്യാർത്ഥിയായിരുന്നു അനൂപ്. ആ അനൂപിനെ മർദ്ദിച്ചു. ഇത് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണിത്. എന്നിട്ട് ഇവർ പറയുന്നതോ ലോകമാനവികത, മനുഷ്യ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ വാക്കുകൾ സംഗീതമാകും എന്നൊക്കെ പറഞ്ഞിട്ട് വാചകമടിയും കയ്യിൽ ഗുണ്ടായുസവും കാട്ടാളന്മാരെ ലജ്ജിപ്പിക്കുന്ന ക്രൂരതയുടെ ആൾരൂപങ്ങളായിട്ട് നടക്കുകയാണ്. ഞാൻ കാൾ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അയാൾ മറ്റേ കോളേജിൽ ഫസ്റ്റ് ഇയർ ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി ഈ അരാജകത്വമായിരുന്നു. വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയൊന്നും മതിയാവില്ലായിരുന്നു, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ കുട്ടികൾ ഒരു കള്ളുകൂടി സംഘത്തിലെ അതിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അദ്ദേഹം. മാർക്സിൻ്റെ ജീവചരിത്രത്തിലൊരു ആദ്യ ഭാഗത്ത് വരുന്നതാണത്. എന്നിട്ട് അവിടുത്തെ ആ സർവകലാശാല ഇയാളെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിവാക്കി വേറൊരു സർവകലാശാലയിലേക്ക് മാറ്റുകയാണ്. ആ കാലത്തെ കത്തുകളൊക്കെ ഈ അച്ഛൻ നിന്നെ കൊണ്ട് മടുത്തു എന്നൊക്കെ പറയുന്ന കത്തുകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജീവചരിത്രത്തിൽ. അപ്പോൾ ഇവരുടെയൊക്കെ മാതൃകാ പുരുഷനാണ്. അദ്ദേഹത്തെ പറ്റി പറയാൻ വേറെയും പല കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ അതും കൂടി ഓർക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിലേ. അതായത് ഒരു അരാജക പ്രത്യയശാസ്ത്രം. ഒരു കോളേജിൽ ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന മുതിർന്ന കുട്ടികൾ താഴെയുള്ള കുട്ടികളെ ഇത്രയും ക്രൂരമായി ഭേദ്യം ചെയ്യുക, എന്നിട്ട് അവരൊക്കെ പുരോഗമന വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളാണെന്ന് പറയുക. ഇത് നെടുമങ്ങാട്ട് നിന്നാണ് ഈ കുട്ടിയെ, ആ പാവപ്പെട്ട ഗൾഫിൽ ആണ് ഈ കുട്ടിയുടെ അച്ഛൻ ഉപജീവനത്തിനൊക്കെ പോയത്. ഈ കുട്ടിയും മറ്റേ ഇളയ കുട്ടിയൊക്കെ വളർത്തിയതൊക്കെ 10ാം ക്ലാസ്സിലാണ് മറ്റേ കുട്ടി പഠിക്കുന്നത്. അതെ അതെ, കണ്ടു, ഞാനത് കണ്ടു. അവന് മറ്റേ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ബലിയിടുന്ന ഹൃദയഭേദകമായൊരു ചിത്രം ഞാൻ കണ്ടു. ചോറുരുളകളൊക്കെ ഉരുട്ടി തൂശനിലയിൽ വെക്കുന്നത്, വെള്ളം പൂവും ചന്ദനം. അതെ അതെ അതെ. അപ്പോൾ അവരെന്ത് പ്രതീക്ഷകളോട് കൂടിയാണ് ഇയാളെ, ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ തല്ലി തകർക്കുന്ന ഒരു കാപാലിക സംഘമായി ഇവർ മാറുകയാണ്. അയാൾ അവിടെ പോയി തിരിച്ച് ഒരു വെറ്ററിനറി ഡോക്ടറായിട്ടൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഒരു ജഡമാണ് ചെല്ലുന്നത്. യുദ്ധമുഖങ്ങളിൽ നിന്നൊക്കെ ജഡങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സരസ്വതി ക്ഷേത്രത്തിലാണ്. സൈന്യമോ യുദ്ധമുഖമോ ഒന്നുമല്ല, ജ്ഞാനത്തിന് വേണ്ടിയില്ലേ, ജ്ഞാനതൃഷ്ണയോ കൊണ്ടല്ലേ പിന്നീടുള്ള ഭാവി ജീവിതം. ഇവരുടെയൊക്കെ കണ്ണുകളിലിരുന്ന് ക്രൗര്യവും കാമവുമാണ്, വേറൊന്നും അവർക്ക് അറിയില്ല. വേറെ ഒരു വികാരമാണ് ഗുൽമോഹർ കവിതകളും മനുഷ്യനെ കൊല്ലുന്ന. ഇതിന് മുഴുവൻ ഈ അധ്യാപകരെ കൂട്ടു നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നോക്കി ഈ റാഗിംഗ് കേസുകളിൽ ഒന്നും ശിക്ഷയൊന്നും കിട്ടിയതായിട്ട് ഞാൻ കണ്ടില്ല. അധ്യാപകരെ മൊഴിമാറ്റി ഇതിൽ തന്നെ വയനാട്ട് കേസിൽ തന്നെ ഇവരെ ഒളിവിൽ പോകാൻ പോലീസ് സഹായിച്ചു എന്ന് പറയുന്നത്. കോളേജ് യൂണിയൻ ഭാരവാഹികളുണ്ട്, എസ്എഫ്ഐയുടെ യൂണിയൻ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ, യൂണിറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ആ കോളേജിലെ കിരീടം വെക്കാത്ത രാജാവായിരിക്കും. കാരണം അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു SFI ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രാക്ഷനിൽ ഈ കൊലപ്പുള്ളികളും ഒക്കെ ഉണ്ടാവും, അംഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ജില്ലാ കമ്മിറ്റിക്ക് സഹായിച്ചല്ലേ മതിയാവൂ. ഏതായാലും നമുക്ക് സമൂഹത്തിന് വാഗ്ദാനമാകുന്ന ഒരു യുവ വിദ്യാർത്ഥിയെ നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിന് ആ കണ്ണീര് എന്ത് തോരുമെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളുടെ കണ്ണീര് വീണ്ടിരിക്കുന്നു കേരളത്തിൽ. ഇനിയെങ്കിലും
ഇത്രയും നരാധവന്മാരെ തിരിച്ചറിയാനും വേണ്ട വിധം പ്രതികരിക്കാനും കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.